മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഉണ്ണിക്കാണെങ്കിൽ കണ്ണന്റെ മേലെ ചെറിയൊരു ഡൗട്ടൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ കാറിൽ നിന്നും ഇറങ്ങുമ്പോഴൊക്കെ തന്നെ ഉണ്ണി മുകളിൽ നിന്നും നോക്കുകയാണ്. മാത്രമല്ല കരുണയോട് കാര്യങ്ങളൊക്കെ പറയുന്നു. കണ്ണേട്ടൻ വീണ്ടും നമ്മളെ ചതിക്കുകയാണോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഡൗട്ട് ഉണ്ടെന്ന് പറയുമ്പോൾ എന്തായാലും പണിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ ഡിറ്റക്റ്റീവ് ഉണ്ണി എന്ന് പേരിട്ട് കണ്ണേട്ടന്റെ പുറകെ നടന്നു എന്ന് പറഞ്ഞ് കരുണയാണെങ്കിൽ കളിയാക്കുകയാണ്. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ കണ്ണന്റെ വാതിൽക്കൽ പോയി നിന്ന് ആരോടാണ് സംസാരിക്കുന്നത് എന്നൊക്കെ തന്നെ കേൾക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്തായാലും കണ്ണൻ നേരം ഇരട്ടിയിട്ടും ആരോടൊക്കെയോ സംസാരിക്കുന്നുണ്ടെന്ന് അവൻ കണ്ടുപിടിക്കുകയാണ്. അത് മഹാലക്ഷ്മിയാണോ എന്ന് ഉണ്ണി ഇങ്ങനെ ചിന്തിക്കുന്നു. പിന്നീട് ആത്മാവിന്റെ ശല്യം താങ്ങാനാവാതെ പ്രതാപനാണെങ്കിൽ തോമസ് സാറിന്റെ ഹോസ്പിറ്റലിൽ വിടാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ സാറിനെ കാണാനായിട്ട് വരുന്നുണ്ട്. എന്നിട്ട് ഞങ്ങൾ ഡിസ്ചാർജ് ആയി പോവുകയാണെന്നും ഇവിടെ ഇനി ഇരുന്നാൽ ശരിയാവില്ല, ഇവിടെ ആത്മാക്കളുടെ ശല്യം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ പ്രതാപന്റെ വെറും തോന്നലാണ്. ഒരുപാട് രോഗികൾ ഇങ്ങോട്ട് വന്നും പോകുന്നതാണല്ലോ, അവർക്കൊന്നും കാണാത്ത ആത്മാവ് എങ്ങനെയാ പ്രതാപന് കണ്ടത്? എനിക്കറിയില്ല സാറേ, എന്തായാലും ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല, എന്നാലേ പ്രശ്നമാണെന്നൊക്കെ പറയുമ്പോൾ താൻ ശരിക്കും ആരെങ്കിലും കൊന്നിട്ടുണ്ടാകും, തന്റെ സ്വഭാവം വെച്ച് അതാണ് നടക്കാൻ സാധ്യത. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നല്ലൊരു പൂജയും കർമ്മങ്ങളൊക്കെ നടത്തുന്നത് നല്ലതായിരിക്കും, അല്ലെങ്കിൽ ആ ആത്മാവ് തന്നെ പിടിപെടാതെ മുറുകെ പിടിക്കുമെന്നൊക്കെ പറയുമ്പോൾ സാറേ ഞാൻ ആരെയും കൊന്നിട്ടില്ല. കൊന്നില്ലെങ്കിൽ തനിക്ക് നല്ലത്, പക്ഷെ 2-3 ദിവസം കൂടി കിടക്കുകയാണെങ്കിൽ തന്റെ എല്ലാ അവശതകളും മാറുമെന്ന് പറയുമ്പോൾ ഉള്ള അവശത മാറാതെ കൂടുകയുള്ളൂ ഇവിടെ കിടന്നാല്, അതുകൊണ്ട് എനിക്ക് എന്റെ വീട്ടിലേക്ക് പോകണമെന്നൊക്കെ പ്രതാപം പറയുന്നു. എന്തായാലും അവർ പോയതിനു ശേഷം തോമസ് സാറാണെങ്കിൽ ഇക്കാര്യങ്ങളൊക്കെ തന്നെ കണ്ണനെ വിളിച്ചറിയിക്കുന്നുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് എത്തുന്ന പ്രതാപനാവട്ടെ മോഹിനിയുമായിട്ട് തല്ല് പിടിക്കുന്നുണ്ട്. മോഹിനിയോട് പറയുകയാണ്, അതെ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നതിന് പുറകെ ഒരു കാരണമുണ്ട്. കണ്ണന്റെ അച്ഛനുണ്ടല്ലോ, അയാളുടെ ആത്മാവിനെ ഞാൻ കണ്ടു കഴിഞ്ഞു. സ്വന്തം മകനെ ദ്രോഹിക്കുന്ന എല്ലാവർക്കും അയാളുടെ ആത്മാവിനെ കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് നിന്റെ മോളോടൊന്ന് സൂക്ഷിച്ചോളാൻ പറയും. ഒരുപക്ഷെ അടുത്തത് അയാൾ പോകാൻ പോകുന്നത് നിന്റെ മോളുടെ അടുത്തേക്കായിരിക്കും. കാരണം കണ്ണനെ ജീവനോടെ ചതിച്ചതാണ് നിന്റെ മോൾ. അതുകൊണ്ടേ നീയും നിന്റെ മോളൊക്കെ സൂക്ഷിച്ചാൽ കൊള്ളാം എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് ആരെയും ഭയപ്പെടേണ്ടതില്ല, ഞങ്ങൾ ആരെയും ചതിച്ചിട്ടുമില്ല, ആരെയും കൊന്നിട്ടില്ല എന്ന് മോഹിനി തിരിച്ചടിക്കുന്നു. പിന്നീട് പ്രതാപൻ കരുണയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കരുണയാണെങ്കിൽ ദുർഗയോടും ഈ കാര്യങ്ങളൊക്കെ തന്നെ പറയുകയാണ്. എത്രയും പെട്ടെന്ന് അങ്ങനെ ദുർഗ വാമദേവനെയൊക്കെ വിളിച്ചു വരുത്തുന്നുണ്ട്. എന്നിട്ട് വാമേട്ട എത്രയും പെട്ടെന്ന് ഉണ്ണിയുടെ അച്ഛന്റെ ആത്മാവിനെ ഭൂമിയിൽ നിന്നും പറഞ്ഞു വിടണം, എനിക്ക് ഉറപ്പാണ് അദ്ദേഹം ഇവിടെ വിട്ടു പോയിട്ടില്ല, അതുകൊണ്ട് തന്നെ നല്ലൊരു പൂജയും കർമ്മങ്ങളൊക്കെ നടക്കുന്നത് നല്ലതായിരിക്കും എന്നൊക്കെ വാമനോട് പറയുമ്പോൾ അത് പിന്നെ അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ, ഇത്രയും കാലമില്ലാത്ത ആത്മാവിന്റെ ശല്യം എന്താ ഇപ്പോ? അത് പിന്നെ മോളുടെ അച്ഛന്റെ ഉണ്ടായ അനുഭവങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് പേടിയാവുന്നുണ്ട്. നമുക്കത് എല്ലാവരും കൂടി ആലോചിച്ച് തീരുമാനിച്ച് ഒരു പൂജ നടത്താമെന്നൊക്കെ ദുർഗ ആവശ്യപ്പെടുന്നു. ശരി, ഞാനെങ്കിൽ കണ്ണനോട് സംസാരിക്കാമെന്ന് പറഞ്ഞ വാമദേവനാണെങ്കിൽ കണ്ണന്റെ അരികിലേക്ക് പോവുകയാണ്. കണ്ണൻ പറയുന്നുണ്ട്, എന്റെ അച്ഛൻ ഇതുവരെയും എന്നെ ശല്യം ചെയ്യാനായിട്ട് വന്നിട്ടില്ല, പിന്നെ എങ്ങനെയാ ആത്മാവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക? എന്തിനാ എന്റെ അച്ഛനെ ഇവിടെ നിന്ന് വിട്ടയക്കുന്നത്? ഉണ്ടെങ്കിൽ തന്നെ അതവിടെ ഇരുന്നോട്ടെ, ആർക്കപ്പോ ബുദ്ധിമുട്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ അത് വേണ്ട മോനെ, നമുക്ക് എത്രയും പെട്ടെന്ന് അതിൽ ഒഴിവാക്കണം. അമ്മാവൻ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നതെന്നൊക്കെ കണ്ണൻ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഈ സമയം മുത്തശ്ശിയോട് പ്രതാപം പറയുകയാണ്, ഇനിയിപ്പോ ആ മഹാലക്ഷ്മി പൂജകളൊക്കെ ചെയ്ത് ആവാഹിച്ച് ആത്മാവിനെ നമുക്ക് പുറകെ വിട്ടതായിരിക്കുമോ അമ്മയെന്നൊക്കെ. ഇത് കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, മിക്കവാറും അതിനൊക്കെ തന്നെയാണ് ചാൻസ്. അവള് നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി നടക്കുന്നവളാണല്ലോ, അതുകൊണ്ട് ഉറപ്പായിട്ടും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഈ ആത്മാവ് നമ്മളെ വിടാതെ പിടികൂടുന്നത് എന്നൊക്കെ പറയുന്നു. പിന്നീട് ഉണ്ണിയാണെങ്കിൽ എന്തൊക്കെയോ ആലോചിച്ച് അങ്ങനെ നിൽക്കുകയാണ്. ഈ സമയം കരുണയ്ക്കാണെങ്കിൽ ആകെ പേടിയാവുന്നുണ്ട്. കാരണം തന്റെ അച്ഛന്റെ ആത്മാവ് വരികയും ചെയ്തു, ഇനി വല്ല സത്യങ്ങൾ തെളിയിക്കാൻ വേണ്ടിയിട്ടാണോ ആ ആത്മാവിന്റെ കടന്നു വരുക എന്നൊക്കെ അവൾ പേടിക്കുന്നു. അതുകൊണ്ട് തന്നെ ഉണ്ണിയുടെ നിൽപ്പും മട്ടും ഭാവം കണ്ടിട്ട് കരുണയാണെങ്കിൽ എന്താ ഉണ്ണിയേട്ടാന്ന് ചോദിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇല്ല, എനിക്ക് ഉറപ്പായിട്ടും തോന്നുന്നുണ്ട് ഞാൻ ചതിക്കപ്പെടുകയാണെന്ന്. എല്ലാ കാര്യങ്ങളും കൂട്ടി വായിക്കുമ്പോൾ ഇവിടെ എന്തൊക്കെയോ നാടകങ്ങൾ നടക്കുന്നുണ്ട്. ഇന്നലെ അയാളുടെ റൂമിനകത്ത് ആരോടോ അയാൾ സംസാരിക്കുന്നതായിട്ട് ഞാൻ കേട്ടു. മാത്രമല്ല റൂമിനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ വീൽ ചെയറിൽ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നത് പോലെയും അന്ന് കമ്പനിയിൽ വെച്ചുണ്ടായ സംഭവങ്ങളൊക്കെ കൂട്ടി വായിക്കുമ്പോൾ മഹാലക്ഷ്മിയും കണ്ണനും തമ്മിൽ പിരിഞ്ഞിട്ടില്ല, അവരെന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. മാത്രമല്ല നമ്മളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ്. സത്യങ്ങൾ ഒരുപക്ഷെ മേഘേട്ടൻ അറിയാം. മേഘേട്ടൻ ഈ അവസ്ഥയിലായതുകൊണ്ട് തന്നെ ഒന്നും പറയാനും കഴിയത്തില്ലെന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ട് കരുണയാണെങ്കിൽ ചിന്തിക്കുന്നു.
അപ്പൊ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ.